നമസ്കാരം. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുമോ? വരണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? എന്ത് ചെയ്താലാണ് ആ വ്യക്തി നമ്മളിലേക്ക് തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ തിരിച്ച് വരിക എന്നുള്ളതിനെക്കുറിച്ചും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ നേടിയെടുക്കണം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് നിൽക്കുന്ന ആൾ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് വന്ന ചെറിയ തെറ്റിൻ്റെ പേരിലായിരിക്കും, നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്ന് വന്നു പോയ ആ തെറ്റിൻ്റെ പേരിൽ ചിലപ്പോൾ ആ വ്യക്തി പിണങ്ങി പോവുകയോ അതല്ലെങ്കിൽ പിന്നീട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുകയോ അതല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കിട്ട് അത് വലിയ വിഷയമായി പിന്നീട് അത് പരസ്പരം മാനസികമായി ഒരു അകന്ന അവസ്ഥയിൽ അതും മറ്റൊരു വ്യക്തിയിലേക്ക് ആ ബന്ധം പോകുന്ന തരത്തിലുള്ള വലിയ വിഷയത്തിലേക്കൊക്കെ നീങ്ങി ജീവിതം തന്നെ ആകെ നഷ്ടത്തിലായ ഒരവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവരാനും ജീവിതം നിങ്ങൾക്ക് പഴയ പോലെ ആക്കാനും സാധിക്കും. ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ കാര്യം. ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതല്ലെങ്കിൽ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിലായിരിക്കും സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലിടയ്ക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ മീതെ ചെറിയൊരു വർത്താനം പ്രശ്നം ഉണ്ടാവുകയും അതിൻ്റെ മേലെ നിന്നുണ്ടാകുന്ന ആ വിഷയം വലിയൊരു വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. നമ്മുടെ നാവിൽ നിന്ന് വന്ന ആ ഒരു വാക്കിൻ്റെ പേരിൽ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ബന്ധം തന്നെ അവസാനിച്ച് പോകുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നീട് തോന്നും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് അത്ര ഗൗരവമായി പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളൊരവസ്ഥയിലൊക്കെ സംഭവിച്ചിട്ട് ആളുകൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുത്താതെ നോക്കുക എന്നുള്ളതാണ് ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സ് പരസ്പരം എന്തെങ്കിലും കാര്യത്തിൽ ഉടക്കിയിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും ഒന്നാവാൻ ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പറഞ്ഞ് പിരിയാൻ ചെറിയൊരു വാക്കിന്മേ പറഞ്ഞ് പിരിഞ്ഞാലും അത് വീണ്ടും ഒന്നിച്ചാവാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഒന്നിച്ചാകുന്നത് വരെയുള്ള മാനസികാവസ്ഥ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഏത് നിമിഷവും ഇതേക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വന്ന് നിറയുക, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ, പതുക്കെ മനസ്സ് ഡിപ്രഷനിലേക്ക് വരെ പോകും. പിന്നെ അതിൻ്റെ വേല പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും വന്ന് ചേരുകയും ചെയ്യും. അപ്പോൾ ഇതിനൊന്നും അവസരം ഉണ്ടാക്കാതെ പരമാവധി ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക. കാരണം ചെറിയ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് മാപ്പ് നൽകി പരസ്പരം അത് നല്ല സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഈഗോ മനസ്സിൽ വെച്ചുകൊണ്ട് പരസ്പരം എൻ്റെ അടുത്തല്ല തെറ്റ് അല്ലെങ്കിൽ അയാളുടെ അടുത്താണ് തെറ്റ് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിൽക്കാതെ ആർക്കും പരസ്പരം ക്ഷമിക്കാവുന്ന കാര്യങ്ങൾ ക്ഷമിച്ച് തന്നെ മുന്നോട്ട് പോകണം. എങ്കിലാണ് ആ ജീവിതം നല്ല രീതിയിലേക്ക് പോകും. ചെറിയ കാര്യങ്ങളിൽ നമ്മളുണ്ടാക്കുന്ന വഴക്കുകൾ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ചെറിയ വഴക്കുകൾ ഉണ്ടായാൽ പോലും അത് പരസ്പരം പറഞ്ഞ് അവസാനിപ്പിക്കുക തന്നെ വേണം. അത് നീട്ടിക്കൊണ്ടു പോകും തോറും നമ്മൾ 1-2 ദിവസം ആവും എന്ന് വിചാരിച്ചിട്ട് അത് നീണ്ട് പിന്നെ വലിയൊരു വിടവിലേക്ക് അത് ചെന്നെത്തും ജീവിതത്തിൽ. അപ്പോൾ അതിനുള്ളൊരു അവസ്ഥ വരുത്താതെ എല്ലാവരും ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് പരമാവധി എല്ലാ കാര്യങ്ങളും രണ്ടുപേരും കൂടിയിട്ട് സ്നേഹത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. അത് രണ്ടുപേരും മനസ്സിലാക്കിയാൽ മാത്രമേ ആ ജീവിതം മുന്നോട്ട് പോകൂ. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വിഷമിക്കേണ്ടി വരും. കാരണം മാനസികമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും ഇങ്ങനൊരു പിരിയലിൻ്റെ വക്കിലെത്തുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എത്തിയവരുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെന്താണ് മാർഗം, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും
ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജീവിതം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പരമാവധി ആ ഒരു അവസ്ഥയിൽ എല്ലാവരും എത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.